ഇപ്പം കപ്പ ബിരിയാണി നല്ല ചൂടോടെ അങ്ങോട്ട് ഇപ്പം പറയാം. ഞാൻ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നിരിക്കുന്ന ഒരു വ്യക്തി, നീ കപ്പ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് അതായത് ഇതേ സാധനം പല റെസ്റ്റോറൻറ്റ്സിലും വിളമ്പി കഴിയുമ്പോൾ എനിക്ക് ആ രുചി കിട്ടാറില്ല. അല്ലാതെ വൈകുന്നേരം മറ്റേ ആ കളറുള്ള സാധനത്തിന്റെ കൂടെ ആയതുകൊണ്ടാണ്. അതല്ല, ഇവര് കറക്റ്റ് 12 മണി കഴിയുമ്പോഴത്തേന് ഈ കാർട്ടൺ ബോക്സിലാണ് പപ്സ് വരുന്നത്. ഇത് തുറക്കും തുറന്നു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ അടിച്ച് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ വരും. അപ്പോൾ പ്രിഫറൻസസ് ആൾക്കാരുടെ ഡിഫറൻസ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ പ്രിഫറൻസ്. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം നീ ഫുഡ് മീനെടുത്ത് വായിലോട്ട് വെച്ചിട്ട് ആ സൂപ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഫിഷ് എനിക്ക് ഇഷ്ടപ്പെടില്ല. എറണാകുളത്ത് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വാങ്ങി താമസിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവിടുത്തെ പ്രോജക്ട്സിൻ്റെ ലുലുമോൾ വന്നതിന് ശേഷം അവിടെ എല്ലാ മിക്കവാറും ഉള്ള ഷോപ്സും സംഭവങ്ങളും എല്ലാം ഈ ഒരു ബെറ്റിലേക്ക് മാറി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോഴത്തേന് ഇപ്പോൾ കൊച്ചി വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ്. വെൽക്കം ടു നെറ്റ്വർക്ക് ടോക്സ്. നെറ്റ്വർക്ക് ടോക്സ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം റിയൽ എസ്റ്റേറ്റിനെ ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളൊന്ന് മാറ്റിപ്പിടിച്ചു. അപ്പം റിയൽ എസ്റ്റേറ്റ്, അതായത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുമ്പം പാർപ്പിടത്തിലായിരുന്നു നമ്മൾ ആദ്യം എല്ലാ വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ഭക്ഷണപ്രിയനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എവിടെയാണെങ്കിലും ഓടിപ്പോകുന്ന ഒരു വ്യക്തി. അപ്പം ഭക്ഷണത്തിൻ്റെ ഒരു ഫുഡ് ബ്ലോഗറായിട്ട് ഇപ്പം തൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ എബിൻ ജോസാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം എബിൻ. താങ്ക് യു. ഇപ്പോൾ സാധാരണ റിയൽ എസ്റ്റേറ്റിനാണ്. അപ്പം നിനക്കറിയാമല്ലോ, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ കസ്റ്റമറുമായിട്ടും പലരുമായിട്ടും സംസാരിച്ചു. അപ്പം നെറ്റ്വർക്ക് സ്റ്റോക്സ് തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം, അതായത് ഇപ്പം കുറേ വ്യക്തികൾ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് രംഗത്തേക്കും അല്ലെങ്കിൽ ഇതുപോലെ പല മേഖലയിലേക്ക് വരുന്ന വ്യക്തികളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നൊരു അനുഭവം, അതിൻ്റെ നല്ല അനുഭവങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് എന്നോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയും ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തിയുടെ അനുഭവം ഉണ്ടാവും. അതെ, ഫെയിലിയർ ചെയ്യുന്നതാണല്ലോ സക്സസ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ സക്സസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് സക്സസ് സ്റ്റോറീസ് എന്ന് പറയുമ്പോഴത്തേന് അപ്പോൾ അയാൾ ചെയ്യുന്ന പോലെ തന്നെ എക്സാക്ട്ലി ചെയ്താൽ നമുക്ക് സക്സസ് ആകും നമ്മൾ പലരും വിചാരിക്കും. നോട്ട് നെസസറിലി. അതുപോലെ തന്നെ വേറൊരാളുടെ ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്ത ഒരുപക്ഷെ നമ്മൾ ഇപ്പം നല്ലൊരു ഐഡിയ തന്നെ. ഫെയിലിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ പിടിച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശം. ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ അവിടെ കിട്ടും. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നു. റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഞാൻ ഫെയിലിയറാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മതി, ഭക്ഷണത്തിനോടുള്ള ആർത്തി കാരണം അവിടെ എല്ലാം കഴിച്ചു തീർന്നു. നമ്മൾ സംസാരിക്കല്ലേ ഇപ്പം? അതെ അതെ, ആണോ? അവിടെ പോയിട്ടെ ഈ സംഭവം എല്ലാം കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ മുതലാളി തന്നെ എല്ലാം കഴിച്ചു തീർത്ത് പിന്നെ അങ്ങനെയല്ല. അതാ ചോദിച്ചു നമ്മൾ സംസാരിക്കല്ലേ? അല്ല, അതല്ല ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു പാഷനായിട്ട് തുടങ്ങിയാണ്. പക്ഷേ ഞാൻ ആ റെസ്റ്റോറൻറ്റ് പാഷനായിട്ട് തുടങ്ങിയ പോലെ തന്നെ ഫുഡ് ബ്ലോഗിങ്ങും പാഷനായിട്ട് തന്നെ തുടങ്ങിയ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാവണം. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ, ഫുഡ് ബ്ലോഗിങ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. അപ്പോൾ ഈ രണ്ട് കുട്ടികളും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഇവർ രണ്ടുപേരുടെയും കൂടെ നമ്മൾ പോയി നിൽക്കണമെന്ന് പറയുമ്പോൾ നടക്കാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ആശയം വെച്ച് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന ആൾക്കാർ വ്യക്തികളെ കിട്ടണം. അതിപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് ബ്ലോഗിന് നമ്മുടെ പേരും പോവും, പ്രോപ്പറായിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സർവീസ് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാഷൻ അതിനകത്ത് ഇല്ലാതായി. അത് വെറുതെ നഷ്ടമാണ്. അല്ല, പിന്നെ നിന്റെ പേര് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇപ്പം എബിൻസ് എന്ന് പറഞ്ഞാണല്ലോ സംഭവം വരുന്നത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊക്കെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ പ്രതീക്ഷയൊക്കെ കംപ്ലീറ്റ് ആയില്ല. ഫുഡ് ഇപ്പോൾ ഓക്കെയാണ്, സർവീസ്, പക്ഷെ എന്നാലും നമ്മൾ അത്രയും അടുപ്പിച്ച് പോയി നിന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. സർവീസ് ആണെങ്കിലും അത്ര കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ മാറി കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് പ്രശ്നത്തിലേക്ക് വരികയാണ്. എല്ലാ പ്രാവശ്യവും പോയി നോക്കി അതിന് ഇന്നതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇൻ എ സിസ്റ്റമാറ്റിക് വേ അത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള എൻ്റെ ഫെയിലിയർ തന്നെയാണ്. അല്ല, അതിപ്പോൾ എല്ലാ ബിസിനസ്സിനകത്തും ഉണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലാണെങ്കിലും
നമ്മൾ ഇപ്പം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പണ്ടൊക്കെ ഈ കമ്പനിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള പേഴ്സൺ തന്നെയായിരുന്നു കൺസ്ട്രക്ഷനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ അത് സ്ട്രക്ചേർഡായി കഴിഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ടേംസും നോംസും എല്ലാം വന്നതിന് ശേഷമാണ് അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള എല്ലാം നീ പറഞ്ഞ പോലെ കറക്റ്റാണ്. കുഞ്ഞു കുട്ടികളെ പോലെ നോക്കി കൊണ്ടുവന്നു. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്ട്രക്ചേർഡാണ്. പക്ഷേ അതിലൊരു ടൈമാണ്. ആ സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രക്ചേർഡായിട്ട് പോകാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ അതൊരു ബിസിനസ്സായിട്ട് പ്യൂർ ബിസിനസ്സായിട്ട് ഞാനൊരു ബിസിനസ് മാൻ അല്ല. പക്ഷെ കണ്ട ഒരു ബിസിനസ് മാൻ ലുക്ക് അറിയത്തില്ല. അതെങ്ങനെയോ വന്നു കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഈവൻ ഒരു പൈസയുടെ ആണെങ്കിലും അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് നോക്കുക. എനിക്ക് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഫുഡ് വ്ളോഗിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗിങ്ങിൽ തന്നെ ഫുഡ് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റത്തില്ല. ചില ദിവസം ബാംഗ്ലൂരൊക്കെ 3 മണിക്ക് ബിരിയാണി എഴുന്നേറ്റ് കഴിച്ചിട്ടുണ്ട്. ആ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക്, ഉച്ചയ്ക്കല്ല, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക്. വിശപ്പ് കാരണമാണോ? നല്ല വിശപ്പ് കാരണമല്ല, അന്നേരമാണ് അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ 3 മണിക്ക് ബിരിയാണി വിളമ്പാൻ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ പാചകം തുടങ്ങും, റെഡിയായി. മീൻസ് അടുപ്പത്തിടാൻ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായി. സാധാരണ നിന്റെ വീഡിയോയ്ക്ക് അതെല്ലാം എന്തെങ്കിലും മീൻതലയും സാധനമൊക്കെ വെച്ചിട്ടല്ല, അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇമാജിൻ ചെയ്താണ് ഫുഡിനെ കുറിച്ച്. അതിൽ ഫുഡ് നേരെ കയറി വന്നില്ലേ? ആണെങ്കിൽ മൊബൈൽ കണ്ടപ്പോൾ കാണിച്ചു തരാം. അല്ല, ഞാൻ പറയായിരുന്നു. അപ്പോൾ ആ ബാംഗ്ലൂർ അപ്പോൾ ആ 2 മണിക്കും 1 മണിക്കും ഒക്കെ രാവിലെ ഉറങ്ങാതിരിക്കുക, പിന്നെ പോയി വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി പോകത്തേ ഉള്ളൂ. പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും കഴിക്കാനും തോന്നത്തില്ല, നമുക്കൊന്നും ചെയ്യാനല്ല. എനിക്കറിയാം നിൻ്റെ കൂടെ വീഡിയോ ഇരുന്നപ്പോഴേ ഇപ്പം നമ്മൾ രഞ്ജുവായിട്ടൊക്കെ വന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറേ ഫുഡുകൾ മുമ്പിൽ വെച്ചു. അപ്പോൾ രഞ്ജു ഒരു ഭക്ഷണപ്രിയനാണ്. രഞ്ജു എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ എടുക്കരുത്, വീഡിയോ എടുക്കരുത്. പിന്നെ ഈ സാധനം തണുത്തിട്ടല്ലേ കഴിക്കണ്ടേ, അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. അതാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ കിട്ടും. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ എപ്പോഴും വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇത് തണുത്ത് പോയി, പക്ഷേ ചൂടോടെ കഴിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പ ബിരിയാണി നല്ല ചൂടോടെ അങ്ങോട്ട്. ഇപ്പം പറയാം, ഞാൻ രാവിലെ കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നിരിക്കുന്ന ഒരു വ്യക്തി, നീ കപ്പ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട്. അല്ല, ജസ്റ്റ് ഒരു സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലും കപ്പയും പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ കല്യാണ തലേന്നാണ് ഈ എല്ലും കപ്പ ഉണ്ടായത്. അപ്പോൾ അന്ന് ഒരു കിടാവിനെ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പോത്തുലർത്തിനായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ആ എല്ലും കപ്പയാവും, അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ കളറുള്ള എന്തെങ്കിലുമൊക്കെയോ നാരങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് നല്ല ചൂടോടെ ഇതുണ്ട്. അതിൻ്റെ ആ സ്പൈസും അത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണ്. പക്ഷേ ഇതേ സാധനം പല റെസ്റ്റോറൻറ്റ്സിലും വിളമ്പി കഴിയുമ്പോൾ എനിക്ക് ആ രുചി കിട്ടാറില്ല. അല്ലാതെ വൈകുന്നേരം മറ്റേ ആ കളറുള്ള സാധനത്തിന്റെ കൂടെ ആയതുകൊണ്ടാണ്. അതല്ല, ആ കളറുള്ളത് കുടിച്ചില്ലെങ്കിൽ പോലും അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് പല അമ്പലങ്ങളിലാണെങ്കിലും പല പള്ളികളാണ്. ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് പറയാവുന്നില്ല. ഒന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുപോലെ തന്നെ വെച്ചാൽ പണ്ട് നമുക്ക് വൈകുന്നേരം എല്ലും കപ്പയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത് സുലഭമായിട്ട് പലയിടത്തും കിട്ടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും മേടിച്ച് കഴിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ടാണോ ആ ടേസ്റ്റ് കിട്ടാത്തത്? അതൊരു കാരണമാണ്. പണ്ട് ഞാൻ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ ജോയ് ഐസ്ക്രീം, എനിക്കൊന്ന് LKG UKG ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും. തിരുവനന്തപുരത്തായിരുന്നു. അപ്പൻ്റെ അമ്മയുടെ കൂടെ അവിടെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ടായിരുന്നു, മ്യൂസിയത്തിൻ്റെ അവിടെ ചില ദിവസങ്ങളിൽ വീക്കെൻഡ്സിലൊക്കെ പോകും. നമ്മൾ ചാർലി ചാപ്ലിൻ്റെ ഒക്കെ സിനിമകൾ കാണാം. അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അടുത്ത് ജോയ് ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. ആ ജോയ് ഐസ്ക്രീമിന് എന്തൊരു ടേസ്റ്റ്. കുടിക്കുന്ന ഐസ്ക്രീം അല്ലേ? വാനില ഐസ്ക്രീം കോരി. ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വാനില ഐസ്ക്രീം ഒന്നും ആ സമയത്തൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് മറ്റേ മണി അടിച്ച് വരുമ്പോൾ പെട്ടിക്കകത്ത് ഈമ്പി കുടിക്കുന്ന ഈമ്പി കഴിക്കുന്ന ഐസ്ക്രീം നമ്മൾ കഴിച്ചു. അത് വേറൊരു വികാരമാണ്. അത് സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവിടെ ഞങ്ങളുടെ അവിടെ ഓട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞു. ഓട്ടിച്ചേട്ടൻ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. പുള്ളിയുടെ ശരിക്കുള്ള പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാവരും ഓട്ടിച്ചേട്ടനാണ് വിളിക്കുന്നത്. അവിടെ പറ്റായിരുന്നു. 25 പൈസയുടെ ഐസ്ക്രീം ഉണ്ട്. മറ്റേ വെള്ളത്തിനകത്ത് ഈ ജ്യൂസൊക്കെ ആയിട്ട് ഗ്രേപ്സിന്റെ മുന്തിരിങ്ങ ഐസ്ക്രീം. അതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പാൽ ഐസ്ക്രീം. വെള്ള കളർ പെട്ടെന്ന് തീരും. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പൊ അത് ആണ് എക്സ്പെൻസീവ്. അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന 1-2 രൂപയൊക്കെ വെച്ചാണ് ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അത് കഴിക്കണോ കൺഫ്യൂഷനാണ്. ഉച്ചയ്ക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയ ഒരു കടയുണ്ട്. അവിടെ ഇപ്പം വയൽ വെള്ളം വരുന്നത് അത് ഓർത്തിട്ട്. അന്നത്തെ സമയത്ത് പപ്സും എന്തോ ഒരു ഡ്രിങ്ക്, നാരങ്ങ വെള്ളം പോലത്തെ എന്തോ ഒരു ഡ്രിങ്കാണ്, കൂൾ ഡ്രിങ്കാണ്. അപ്പോൾ ഇവര് കറക്റ്റ് 12 മണി കഴിയുമ്പോഴത്തേന് ഈ കാർട്ടൺ ബോക്സിലാണ് പപ്സ് വരുന്നത്. ഇത് തുറക്കും. തുറന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ അടിച്ച് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ വരും. അപ്പോഴേ നമ്മൾ
ഞാൻ വിചാരിക്കും വൈകിട്ടത്തെ ഐസ്ക്രീം കഴിക്കണമെന്ന് വെച്ച് ഐസ് സ്റ്റിക്ക് കഴിക്കണമെന്ന് വെച്ച് മാറ്റി വെച്ച പൈസ ഈ പബ്സിന് വേണ്ടി അല്ല, അത് ഇപ്പം നമ്മുടെ ഈ ഫീൽഡിൽ ഞാൻ പല കസ്റ്റമറിനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2-3 വീടുകൾ പോയി കണ്ടു കഴിയുമ്പം അത് മേടിക്കണോ ഇത് മേടിക്കണോ ഭയങ്കര, കാരണം രണ്ട് സെയിം ആയിരിക്കും, ലൊക്കേഷൻ സെയിം ആയിരിക്കും, പിന്നെ ഏകദേശം അവർ കൊടുക്കുന്ന അമ്യൂണിറ്റീസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ കൺഫ്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം ഹസ്ബൻഡ് പറയും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോകാം, വൈഫ് പറയും ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോകാം. അപ്പോൾ പ്രശ്നം എന്നാ വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പിന്നെ ഇത് ഇയർലി ബൈ ആണ് എപ്പോഴും ഗുണം ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മളൊരു പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്താൽ അത് ഇന്ന് ബൈ ചെയ്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ പ്രൈസ് പോകും. പല റീസണാണ്. ഒന്നെന്ന് വെച്ചാൽ ബിൽഡർ ഒരു സെറ്റ് ഓഫ് സെയിൽസ് മെത്തേഡുണ്ട്. അപ്പോൾ ഇത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേന് പ്രൈസ് കൂടും. അതേപോലെ തന്നെ ഇപ്പം കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ്, ലേബറാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരും ഇല്ലേ, അത് തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവർ ആ പ്രോജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് വിൽക്കുന്നവരും ഉണ്ട്. അല്ല, അങ്ങനത്തെ ഉണ്ട്. അതിപ്പം പ്രീ ലോഞ്ച്, അതിപ്പോൾ ഒരു ഇൻവെസ്റ്ററാണ് പ്യൂർലി. ഇപ്പം നിനക്കൊരു വീട് മേടിക്കണം, അപ്പം നിൻ്റെ ഞങ്ങൾ ചോദിക്കുന്ന ഇപ്പം നെറ്റ്വർക്കിലെ ഏത് ടീമാണെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്ററാണോ അല്ലെങ്കിൽ എൻഡ് യൂസറാണോ. അപ്പം നിനക്ക് താമസിക്കാനാണെങ്കിൽ അപ്പം നമുക്ക് അതിൻ്റെ കുറേ ക്രൈറ്റീരിയ ഉണ്ടല്ലോ എന്തായിരിക്കും വേണ്ടത്. അതല്ല ഒരു ഇൻവെസ്റ്റർ, പ്യൂർലി ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ പ്രീ ലോഞ്ച് പ്രോജക്റ്റ് ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പ്രോജക്റ്റുകൾ, ഇപ്പം കൊച്ചി തന്നെ ഒരു 3-5 പ്രോജക്റ്റ് ഇപ്പം പ്രീ ലോഞ്ച് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രീ ലോഞ്ച് പ്രോജക്റ്റ് റെറ അപ്രൂവൽ കിട്ടിയതിന് ശേഷമേ ലോഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്ത് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തമ്മിൽ പരിചയമുണ്ടെങ്കിൽ പറയണം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, നീ ഒന്ന് വെയിറ്റ് ചെയ്തു, ഈ പ്രോജക്റ്റിൽ മാസമായി ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ ഒരു പ്രൈസ് നല്ല വ്യത്യാസമായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8,000 rupees ഇപ്പം പെർ സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നത് എങ്കിൽ ഇത് ലോഞ്ച് ആയി കഴിയുമ്പോൾ ഇത് 9,000 ആവും. അപ്പോൾ 1,000 rupees, ഒരു 2,000 സ്ക്വയർ ഫീറ്റ് മേടിക്കുന്ന ആൾക്ക് തന്നെ ഏകദേശം 20 ലക്ഷം രൂപ ഡിഫറൻസ് ഈ പ്രീ ലോഞ്ചും തമ്മിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നന്നായിട്ട് അറിഞ്ഞ് ചെയ്യുന്നവരാണെന്ന് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഒരു ഡിഫറൻസ് പറയല്ലോ. അപ്പം ഞങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന് പ്രൊജക്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പ്രൊജക്റ്റിനെ കുറിച്ചല്ലാതെ വേറൊരു പ്രൊജക്റ്റിനാണ് നിനക്ക് വേണ്ടതെങ്കിലും അത് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്കറിയാം ഈ ഒരു കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ അടുത്തുള്ള വേറൊരു കമ്പനിയുടെ പ്രോജക്റ്റാണ് അയാൾക്ക് സ്യൂട്ടബിൾ. കാരണം അയാളുടെ ലൊക്കേഷന്, അയാളുടെ വൈഫ് വർക്ക് ചെയ്യുന്നത്, പിള്ളേർ പഠിക്കുന്ന സ്കൂള്, അപ്പോൾ ഇത് വെച്ച് നോക്കും. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ശമ്പളം മേടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്കവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നിനക്ക് ബെസ്റ്റ്, അതിനകത്തുനിന്ന് ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ അല്ല മേടിക്കുന്നതെങ്കിൽ, കാരണം ലൊക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം അവിടെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്, പിന്നെ ആൾക്കാരെ ചിന്തിക്കാത്തൊരു സംഭവം എന്താണെന്നറിയോ, ഇപ്പം ഒരു സ്ഥലം പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ഓൾറെഡി ഉണ്ടായി, ഇനി ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് അവിടെ വരികയില്ല. അപ്പം അവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് കുറവായിരിക്കും. കാരണം അവിടെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നിടത്തായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രീസിയേഷൻ കൂടും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതാണ്. പിന്നെ നമ്മൾ പല പ്രൊഡക്റ്റുകളും പറയും, കസ്റ്റമർ ഇഷ്ടമുള്ള പല പ്രൊഡക്റ്റുകളും നമുക്ക് പറയാം. അതിനകത്ത് നിന്ന് അവർക്ക് ഏറ്റവും ബെസ്റ്റാണെന്നുള്ള പ്രൊഡക്റ്റ് അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പനികളായിട്ടെല്ലാം ബന്ധമുള്ളതുകൊണ്ട് കസ്റ്റമറിന് ബെസ്റ്റ് പ്രൈസിന് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്കിപ്പോൾ നീ പറഞ്ഞ പോലെ ഫുഡ് ഒരു പാഷനാന്ന് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാനൊരു ആഗ്രഹമുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഫുഡ് പാഷനാണ്. പക്ഷേ ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം ആൾക്കാർ എന്നോട് ഇതുപോലെ ചോദിക്കാറുണ്ട്, ചേട്ടാ ആലപ്പുഴ പോകുമ്പോൾ നീ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എബിനേടാ ആലപ്പുഴയല്ല നീ എവിടെ ഏതാ നല്ല റെസ്റ്റോറൻറ്റ്. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഒരു 10 ആലപ്പുഴ തന്നെ ഒരു 10-40 റെസ്റ്റോറൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ കൂടെ കുറേ റെസ്റ്റോറൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു പറയാൻ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ നിങ്ങൾക്ക് പക്ഷേ ഒരു ലിസ്റ്റ് ഓഫ് ബിൽഡിങ്സ് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഓൺ ഗോയിങ് പ്രോജക്ട്സ് കാണും. ആ പ്രോജക്ട്സ് അന്നേരം ആ മനസ്സിൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. എത്ര എണ്ണം കാണും ഒരു ടൈമിൽ? ഇപ്പം ഇവിടെ കൊച്ചിയിലെ പറയുവാണെങ്കിൽ നമുക്കിപ്പം ഒരു ബേസ് ചെയ്ത് ലൊക്കേഷനെ ബേസ് ചെയ്തൊക്കെ പറയുകയാണെങ്കിൽ ഒരു 10 പ്രോജക്റ്റ് കൊച്ചിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല പ്രോജക്റ്റുകൾ കൊച്ചിയിൽ 10, ഓൾ ടുഗദർ ഒരു 100 അല്ലെങ്കിൽ 200 പ്രോജക്റ്റ്. ഇപ്പം കൊച്ചി നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൊച്ചി, പിന്നെ ട്രിവാൻഡ്രം, ബാംഗ്ലൂർ,
ദുബായ്. കാലിക്കട്ടുണ്ട്. കാലിക്കറ്റ് പിന്നെ കമ്പാരിറ്റീവ്ലി പ്രോജക്റ്റുകൾ കുറവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു 1000 ഏക്കർ ഇൻഫോ പാർക്ക് ഫേസ് 3 വരുന്നുണ്ട്. അപ്പം അത് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ചേഞ്ചസ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കി കഴിയുമ്പം കൊച്ചി നല്ലൊരിതാണ്. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും പറയും കൊച്ചിയുടെ മാർക്കറ്റ് എങ്ങനെയാണ്, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എങ്ങനെയാണ്, ഇവിടുന്ന് ആൾക്കാർ വെളിയിലേക്ക് പോകണമല്ലോ എന്നൊക്കെ പറയും. പക്ഷേ കൊച്ചിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സെൻറ്ററിലുള്ള ഒരു സിറ്റി. അപ്പോൾ ഇപ്പം ഇടുക്കി എന്നുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പം പണ്ടത്തെ പോലെയല്ലോ, എല്ലാവർക്കും വിദ്യാഭ്യാസവും സംഭവങ്ങളും എല്ലാം വന്നിട്ട് എല്ലാവരും ജോലിയിലേക്കാണ് വരുന്നത്. കൃഷിയിലേക്കൊക്കെ തിരിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നത് ബംഗാളി, ബീഹാറി അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ കിട്ടുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോലും നമുക്കിപ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പം ഈ നമ്മുടെ മക്കൾ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഇടുക്കിയിലുള്ള പത്തനംതിട്ട, ആന്ധ്രപ്പള്ളി, നമ്മുടെ ഏത് സൈഡിൽ നിന്നാണെങ്കിലും അവർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിൽ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. റെൻ്റൽ ഇപ്പം സിമ്പിളായിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പറയും, നിങ്ങൾ റെൻ്റലൊന്നും അന്വേഷിച്ച് നോക്കും, ഇവിടെ കിട്ടാനില്ല, അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പം ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അല്ല, ഞാൻ പറഞ്ഞ ഇതാണ്. അപ്പം നിങ്ങൾക്കൊരു 100 അല്ലെങ്കിൽ 150 പ്രോജക്റ്റ് മനസ്സിലുണ്ട്, അതിനകത്തൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഏകദേശം 3000-ന് മേളിൽ റെസ്പോൺസിൽ വീഡിയോ എടുത്തിട്ട് തന്നെയുണ്ട്. ഇതിനകത്തൊന്ന് പെട്ടെന്ന് ഒരാൾ ചോദിക്കുക, അതും ഈ അടുത്ത ഇടയ്ക്ക് ചെയ്തായിരിക്കത്തില്ല, ഇപ്പം കഴിഞ്ഞ 7-8 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. അപ്പം എന്നോട് പെട്ടെന്ന് ചോദിക്കുക, തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഒരു 10 എണ്ണം പറഞ്ഞുതരാമെന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഫോണിലൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെയാണ് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു കസ്റ്റമർ, ഞാൻ രഞ്ജുവും നമ്മൾ സൈറ്റ് വിസിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം ഞങ്ങൾ ചോദിച്ചു, ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഓൾറെഡി അവർ പുറത്തുനിന്നാണ് വന്നത്, ഇന്ത്യക്ക് പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മകള് ഡോക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി എബിൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവർ കേരളത്തിൽ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഓരോ ദിവസത്തെ ഫുഡ് നിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് ഇന്ന സ്ഥലത്താണ് പോകുക. അപ്പം ഞാൻ പറഞ്ഞു, എബിൻ നമ്മുടെ അടുത്ത സുഹൃത്താണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ കസ്റ്റമർ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഷിൻഡോയ്ക്ക് ഇപ്പം ഒത്തിരി പേരുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു നിങ്ങൾ ഇത് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഓരോരുത്തരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും ആർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ഡയറക്റ്റ്ലി ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, വളരെ കുറവാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അഭിലാഷിന് എന്താണ് വേണ്ടതെന്നുള്ളത് എനിക്ക് ഏകദേശം അറിയാം. ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അഭിലാഷിന്, എനിക്ക് മട്ടൺ ബിരിയാണിയാണ് ഇഷ്ടം, അഭിലാഷിന് ചിക്കൻ ബിരിയാണിയാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. എൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയാണ്, അഭിലാഷിന് ചിക്കൻ ബിരിയാണി. സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മട്ടൺ ബിരിയാണി. അഭിലാഷിന് എപ്പോഴും എല്ലാ ഓപ്ഷനും ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണ് അഭിലാഷിന് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ മട്ടൺ ബിരിയാണി എന്നുള്ള ആ രീതിയിൽ അങ്ങ് പോകത്തുള്ളൂ. പക്ഷെ അത് അഭിലാഷുമായിട്ട് ഞാൻ ഇത്രയും അടുപ്പിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അതേസമയത്ത് കൽപ്പിതയുടെ കൂടെ പോകുന്നതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് കിങ് ഫിഷിന്റെ ബിരിയാണി ആണ് താല്പര്യം. അപ്പോൾ നമ്മൾ അത്ര ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരാളെ അറിയത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേന് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നേ, ഒരു മറ്റൊരു ഇൻഫ്ലുവൻസർ ചെയ്തതാണ്. ഫുഡിൻ്റെ അല്ല, ഫുഡ് വ്ളോഗേഴ്സ് എല്ലാം ഫ്രോഡുകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി സത്യം ഉണ്ടോ അതോ ഫ്രോഡുകൾ? ഇപ്പം അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാർ ഈ പറഞ്ഞാലും ഫ്രോഡാണ്. അങ്ങനെ ഫുഡല്ല, വ്യൂസിന് വേണ്ടി എന്തും പറയണ്ടേ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരാളുടെ അങ്ങനെ പറയാൻ പറ്റത്തില്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി, അവിടുത്തെ സാഹചര്യം മുഴുവൻ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ വീഡിയോയിൽ തന്നെ കാണാം ഈ റെസ്റ്റോറൻ്റ് ഒക്കെ വെറും മോശമാണെന്ന്. വീഡിയോയിൽ കാണാം, പുള്ളിക്കാരത്തിക്ക് അത് മോശമാണെന്ന് തോന്നിയിട്ട് പിന്നെ പുള്ളിക്കാരത്തി അവിടെ പോയിട്ട് പിന്നെ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് കാര്യമില്ലല്ലോ. അപ്പം വീഡിയോയിൽ തന്നെ കാണാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ. അല്ല, അന്ന് നമ്മളൊരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ കിച്ചണിലും എല്ലാം കയറി കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതും ഇതുമെല്ലാം സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. അതെ. അപ്പം ഈ ആൾക്കാർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പല ഇതുണ്ടല്ലോ, അഫ്ഗാനിലെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് കാണുമ്പോഴേ അതിനകത്ത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷെ നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല, നമ്മൾ കഴിക്കാൻ അവിടെ പോയത്. അത് മാത്രമല്ല, ഇപ്പം എൻ്റെ പ്രിഫറൻസസ് എന്നുള്ളതും ഷിൻഡോയുടെ പ്രിഫറൻസസ് ഉള്ളതും സെയിം ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴും ഞാൻ ഫാമിലിയോട് പോകുമ്പോഴും ഒരേ പ്രിഫറൻസ് ആകത്തില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു പ്രിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോ സാഹചര്യത്തിനും പ്രിഫറൻസസ് വ്യത്യാസമുണ്ട്. ചില ദിവസം നമുക്ക് ഓപ്പൺ എയറിൽ ഇരുന്ന് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില ദിവസം ഈ വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ എയറിൽ ഇരിക്കുമോ? ഇല്ല, ഇരിക്കില്ല. നല്ല എരിവുള്ള സംഭവങ്ങളാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ
പ്രിഫറൻസസ് ആൾക്കാരുടെ ഡിഫറൻസ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ പ്രിഫറൻസ്. അല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം നീ ഫുഡ് മീനെടുത്ത് വായിലോട്ട് വെച്ചിട്ട് ആ സൂപ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഫിഷ് എനിക്ക് ഇഷ്ടപ്പെടില്ല. അതെ, അപ്പം നീ ചോദിക്കും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണെന്ന് പറയാറുണ്ട് നമ്മൾ അതിനകത്ത്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷിൻഡോ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് എന്റെ ഇഷ്ടം അതാണ്, അതിനോടാണ് എന്ന് വെച്ച് ഷിൻഡോയ്ക്ക് അത് തന്നെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അത് മാത്രമല്ല, എനിക്ക് ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം. ചിലരുണ്ട് നല്ല തണുത്ത വെള്ളം മാത്രമായിരിക്കും ഇതിൻ്റെ ഫുഡിൻ്റെ. അപ്പോൾ അവർ ചൂടുവെള്ളം അതിനെപ്പറ്റി ഒരു കുറ്റം പറയുകയോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവാതെ മിതമായിട്ട് പറയുന്നു എന്നുള്ളൂ. പലർക്കും പല രീതിയാണ്. എന്ന് വെച്ചാൽ ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് ശരിയാണോ? ഞാൻ രഞ്ജുവും തമ്മിൽ എപ്പോഴും തർക്കം നടക്കുന്നത് അതിനെക്കുറിച്ചാണ്. രഞ്ജു ഇതുപോലെ തന്നെ ചൂടുവെള്ളം ഫുഡിൻ്റെ കൂടെ കുടിക്കട്ടെ. അപ്പം ഞാൻ അരമണിക്കൂർ മുമ്പല്ല അരമണിക്കൂർ ശേഷം കുടിക്കും. ഞാനിത് എൻ്റെ ഒരു അടുത്തൊരു ആയുർവേദ ഡോക്ടറിനോട് സംസാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുക. നിങ്ങളുടെ ഇമീഡിയറ്റ് ആയിട്ടോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കത്തില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം. അത് പറ്റില്ല. ഞങ്ങൾ എല്ലാവരും പോയിരുന്ന് കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് ഫുഡ് കിട്ടിയല്ലോ. അത് പുള്ളി തമാശയായിട്ട് പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഉള്ള ലോജിക്കും മനസ്സിലായില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഫുഡ് കഴിക്കുന്ന കൂടെ വെള്ളം കുടിക്കുന്ന പരിപാടിയില്ല. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളം കുടിയുള്ളൂ. ഏത് വെള്ളം? ജീരകവെള്ളം, ചൂടുവെള്ളം. മറ്റേ അതിന് മുമ്പ് കുടിക്കണമല്ലോ. അതാണെങ്കിലും കുഴപ്പമില്ല. അത് മറ്റേത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊന്നുമില്ലല്ലോ. അല്ല അങ്ങനെ ഉണ്ട് ചിലർക്ക് അങ്ങനെയൊക്കെയാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല, നമുക്കത് വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വയറ് നിറച്ച് ഫുഡ് കഴിച്ചാൽ പിന്നെ പറ്റിയില്ല. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പറയാം, നമ്മൾ കോളേജിലായിരുന്ന സമയത്ത് ഇപ്പം ഓർക്കുന്നുണ്ട്, നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കിയിരുന്ന അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഞാൻ ആ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഓർക്കുന്നത്. അതിങ്ങനെ പിന്നീട് ചിന്തിച്ചു പറയാം, കറിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നെക്കൊണ്ട് ചപ്പാത്തി കുഴപ്പിക്കുക മാത്രമേ ചെയ്യുള്ളായിരുന്നു. നമ്മളൊരു കറി ഉണ്ടാക്കുമായിരുന്നു, ഈ ചപ്പാത്തിക്കും പൂരിക്കും വേണ്ടി നമ്മളൊരു കിഴങ്കറി ഉണ്ടാക്കുമായിരുന്നു. അതായിരുന്നു സ്ഥിരം ഉണ്ടാക്കുക. കിഴങ്ങും പിന്നെ ഒരു പരിപ്പ് കറി, അത് ചെറിയാൻ്റെ വകയായിരുന്നു. പരിപ്പ് കറി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്, നീ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, നമ്മുടെ ഹോസ്റ്റലൊരു 10ാം ക്ലാസ്സുകാരൻ പയ്യൻ പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുമ്പളിക്കാരനാണ്. അതെ, കുമ്പളിക്കാരനാണ്. നമ്മുടെ അയ്യച്ചാടി തന്നെ പഠിക്കുന്നത്. പുള്ളിക്കാരൻ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അത് രാവിലെ എഴുന്നേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഇവൻ എൻ്റെ റൂമിലായിരുന്നു, ഞാനും അവനും ജിമ്മി എന്ന് പറഞ്ഞ ഒരുത്തനോട്, ഞങ്ങൾ 3 പേരായിരുന്നു ഒരു റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അത് രാവിലെ എഴുന്നേറ്റ് 5 മണിക്കോ 4 മണിക്കോ ഒക്കെ ഇവൻ അലാം വെക്കും. ഇവൻ ഒരു ദിവസം പോലും ഈ അലാം നിർത്താറില്ല. അത് അടിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവൻ എഴുന്നേക്കാറില്ല. ഞാനായിരുന്നു എഴുന്നേറ്റ് അത് ഓഫ് ചെയ്യുക. എന്നിട്ട് അവനോട് എല്ലാ ദിവസവും ഞാൻ പറയാം, എടാ നീ അലാം വെച്ചിട്ട് നീ എഴുന്നേറ്റില്ല, നീ ചവിട്ടുള്ളൂ എന്നൊക്കെ പറയും. ഒരു ദിവസം ഞാൻ അവനിട്ട് ശരിക്കും ചവിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം, അപ്പോൾ അവൻ എന്നിട്ട് അലാം വെച്ചു. അടുത്ത ദിവസം അലാം വെച്ചു. ചേട്ടാ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അലാം വെച്ചിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുവച്ചു. അത് തന്നെ. ഇവൻ ടോയ്ലറ്റിൽ കൊണ്ടുവച്ചിട്ട് ഇവന്റെ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ, എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ അലാം കേൾക്കുക, എഴുന്നേൽക്കുക, ടോയ്ലറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോൻ കഴിഞ്ഞാൽ ഉറക്കം പോകും, പഠിക്കും. എവിടെ ഇവൻ അലാം കേൾക്കണ്ടേ? ഞാൻ അന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുക, എന്നിട്ട് ഈ ടൈം പീസ് നോക്കിയിട്ട് കാണുന്നില്ല, ഇതെവിടെയാ കൊണ്ട് വെച്ചിരിക്കും, പൂത്തി അവസാനം ഇവനെ തപ്പിപ്പിടിച്ച് വിടുന്നു. ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞൊരു പ്രത്യേക രസമായിരുന്നു. അത് ഫുഡും അല്ല, നമ്മൾ താമസിച്ച ഹോസ്റ്റലിൽ സാധാരണ എന്താ വെച്ചാൽ കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ കോളേജ് പിള്ളേർ മാത്രമേ. നമ്മൾ കുട്ടിക്കാലത്തായതുകൊണ്ട് അവിടെ അന്നേരം 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനൊരു രസമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഈ മതങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അറിയത്തില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ വളരെ ഇന്നസെന്റ് ആയിരുന്നു. നമ്മളെല്ലാം ചോദിക്കുന്നില്ല, പേര് കേട്ട് കഴിഞ്ഞാൽ ആരാ, അങ്ങനത്തെ ഒരു ചിന്തയില്ല. നമ്മൾ പേര് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ലി ആണ്, അങ്ങനെ പേര് ചോദിച്ചു ഇന്ന മതക്കാരനാണ് മറ്റേ മതക്കാരനാണ്, ഇന്ന ഫുഡ് കഴിക്കാവുള്ള അന്ന ഫുഡ് കഴിക്കരുതൊന്നുമില്ല. അന്നൊരു വേണുജി ഉണ്ടായിരുന്നു അവിടെ, മറ്റേ നമ്മുടെ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് കോഫി സ്റ്റേഷനറി ഷോപ്പും ഒക്കെ ആയിട്ട്.
ആദ്യമായിട്ട് ഈ പിസ്താഷ്യോ മിൽക്ക് ഷേക്ക് കഴിക്കുന്ന പുള്ളിയുടെ അടുത്തുനിന്നാണ്. അപ്പം കുറേശ്ശെ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ആ പിസ്താഷ്യോ മിൽക്ക് ഷേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പം പുള്ളി മരിച്ചുപോയെന്ന് തോന്നുന്നു, മരിച്ചുപോയി. ആ കടയില്ല ഇപ്പൊ അവിടെ ഒരു ഡിസ്പ്ലേ ഒക്കെ ആണോ? അവിടെ ചെന്ന് നമ്മളവിടെ നിൽക്കുമെന്ന് വേണമെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ആ പിസ്താഷ്യോ മിൽക്ക് ഷേക്ക് കുടിക്കുക, ഉച്ചയ്ക്കൊക്കെ ഒന്നും കഴിക്കാതെ. എനിക്ക് ഓർക്കുന്നത്, എനിക്ക് അവിടുത്തെ ആ സമയത്ത് ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. നമ്മുടെ താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പം നമ്മൾ പെരിയാർ. അപ്പം നമ്മൾ രണ്ടുകൂടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവർക്ക് ഹോട്ടലുണ്ട് താജ് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഈ താജുദ്ദീൻ എന്നു വെച്ചാൽ അവന് ബൈക്ക് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മൾ എന്നോട് ബൈക്കിൽ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പം നീ ഇതുപോലെ പിസ്താഷ്യോ കേട്ട സംഭവം പറഞ്ഞു. നമ്മളതവിടെ കുടിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു ചേട്ടാ ഞാൻ ബൈക്ക് ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് ബൈക്ക് ഓടിക്കാൻ അറിയാമെന്നുള്ളൊരു ധാരണ നീ കീ കൊടുത്താൽ ഓടിച്ചോടാന്ന് പറഞ്ഞു. ഇവന് ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. ഏട്ടോ സുസ്കി സമ്പ്രായ അത് ഇത് വീൽ ചെയ്ത് ഇവനുണ്ടല്ലോ ഒറ്റ വീലിൽ കുട്ടിക്കാലത്ത് 2 കറക്റ്റ് താഴെ വീണ് വന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇവൻ പറഞ്ഞത് എനിക്ക് ഓടിക്കാൻ അറിയില്ല, ഫസ്റ്റ് ടൈം ഓടിക്കുന്നത്. ഇവന്റെ കയ്യൊക്കെ അത് വേണുജീൽ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പിസ്താഷ്യോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. കാരണം പല കാര്യങ്ങളുണ്ടല്ലോ, ഓരോരോ ഇൻസിഡന്റ് വരുമ്പോഴത്തേനാണ് ഈ കാര്യങ്ങൾ ഓർക്കുന്നത്. അതുപോലെ അന്ന് ശബളയായിരുന്നു, ശബള താഴെ KTDCയുടെ ശബള. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഊണ് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയായിരുന്നു. റോഷനും മനോജും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവരവിടുന്ന് മാറിയെന്ന് തോന്നുന്നു അല്ലേ, ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം നമ്മളെ പഴയ ഒരു പിന്നെ ഓർമ്മ പുതുക്കാനായിട്ട് ഞങ്ങളന്ന് അവിടെ ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇട്ടായിരുന്നു. റോഷൻ നല്ല ഊണൊന്നും കഴിച്ചില്ല. അതുപോലെ ഞാൻ ആദ്യം നിന്ന ഹോസ്റ്റലിൽ ചാൾസ്വില്ലയിലാണ് നിന്നത് കേട്ടോ. ചാൾസ്വില്ല എന്നപ്പോഴത്തേന് നമ്മൾ തന്നെയായിരുന്നു മെസ് മാനേജർ. നമുക്കൊരു ഒരു കുക്ക് മാറി വന്നു, 2-3 പേര് നിന്നായിരുന്നു. ആദ്യം ഒരു ചേട്ടൻ വന്നു നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ 2 ചേട്ടന്മാർ വന്നിരുന്നു. പിന്നീട് ഷായി ചേട്ടൻ വന്നു. അപ്പോൾ ആദ്യത്തെ ചേട്ടനാണെങ്കിലും സോമൻ ചേട്ടൻ, പുള്ളിക്കാരൻ്റെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുന്ന് കഴിച്ചിട്ട് നല്ല ഫുഡല്ലായിരുന്നു. സോമൻ ചേട്ടൻ്റെ അടിപൊളിയായിരുന്നു, ഷായി ചേട്ടൻ്റെ അടിപൊളിയായിരുന്നു. ഇവർ 2 പേരുടെയും ഫുഡ് ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല ഫുഡായിരുന്നു. പൊറോട്ടയും എല്ലാ ദിവസവും ഒന്നും നോൺ വെജ് ഇല്ലല്ലോ, ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അടിപൊളി ടേസ്റ്റ്. അത് ആ തണുപ്പാണല്ലോ പൊതുവെ പീരുമേട് ആ ഏരിയയിലെ തണുപ്പത്ത് ആ നല്ല ചൂട് പൊറോട്ടയും ആ ബീഫിന്റെ കറിയും കൂടെ കിട്ടുമ്പോഴത്തേന് അതൊരു വല്ലാതെ. ഞങ്ങൾ ഈ സോമൻ ചേട്ടൻ ഉള്ളപ്പോഴേ നമ്മുടെ താഴേല് ഇപ്പം നമ്മുടെ പറമ്പിലച്ചിട്ട് ഒരു കുളമുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ വൈകുന്നേരം അവിടെ വരും. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ലിനോയും ടീമും എല്ലാം കൂടെ അവിടെ ഞങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾ ഈ കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. അത് വലിയ മീനാണ്, ഈ മറ്റേ ഡയറിൻ്റെ ഇതാണ്. അപ്പോൾ അവിടുന്ന് മീൻ പിടിച്ചിട്ട് സോമൻ ചേട്ടനെ കൊണ്ടുപോകും. അപ്പോൾ സോമൻ ചേട്ടൻ നല്ലപോലെ വറുത്ത്. സോമൻ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഈവൻ ഷായി ചേട്ടനും ഒക്കെ ഫ്രണ്ട്ലി ആയിരുന്നു. ഷായി ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴാണ് സോമൻ ചേട്ടൻ പക്ഷേ ഇങ്ങനെ നാടൻ രുചികളൊക്കെ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഷായി ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഷായി ചേട്ടന് കുറച്ച് ലഡു, ജിലേബി അങ്ങനെയുള്ള കുറച്ച് എനിക്ക് മധുരത്തോട് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അല്ല, ഫുഡിനോട് ഇഷ്ടമാണ്, മധുരത്തിനോട് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണ്. ഈ കുറേ മധുരം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി എരിവ് കഴിക്കണം, പിന്നെയും മധുരം കഴിക്കണം. കാരണം ഈ ഗുജറാത്തിലൊക്കെ അങ്ങനെയുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പലരും ഇവിടെ ഇരിക്കുമ്പോൾ ലഡുവും ചോറും സാമ്പാറും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റൈലാന്ന് തോന്നുന്നു. എൻ്റെ മോള് കേര, 2ാമത്തെ മോള്, അവള് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്ഡിയിലൊക്കെ പോകുമ്പോൾ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കും. അതിൻ്റെ കൂടെ ചിലപ്പം അവർ തന്നെ ഐസ്ക്രീം കാണും. ഫ്രഞ്ച് ഫ്രൈസ് ഐസ്ക്രീം കഴിക്കും. അപ്പോൾ ഞാൻ പറയായിരുന്നു നമ്മളിങ്ങനെ പഴംപൊരിയും ബീഫും ചിലർ നമ്മൾ ചുമ്മാ പണ്ട് തമാശകളെ മീൻകറിയും ലഡു എന്നൊക്കെ തമാശ പറയുന്നത്. ജിലേബിയും അയലക്കറിയും ഹൽവയും അയലക്കറിയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം അതൊക്കെ ടേസ്റ്റ് ആകാൻ പറയുന്നു. പിന്നല്ലോ അതുപോലെ തന്നെ ഏതൊരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മീനവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇപ്പൊ പല റെസ്റ്റോറൻറ്റിലും മീനവിയലുണ്ട്. മീനവിയൽ എന്ന് പറയുന്നത് മോശമല്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പം ശരിക്കും ഇതിന്റെ ഇന്നോവേറ്റർ എന്ന് പറയുന്നത് ശ്രീനിവാസനാണ്. അല്ല, അത് ട്രൈ അടിച്ചു. ആൾക്കാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു. മീനവിയൽ പരസ്യത്തിന് വേണ്ടി ആയിരിക്കും ആദ്യം ട്രൈ ചെയ്യുന്നത്, പക്ഷെ അതിനകത്തൊരു രുചിയുണ്ട്. അല്ല, പക്ഷേ അതാണ് ശരി. ഇപ്പം ഈ നമുക്കൊന്നും ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഏത്തക്കാപ്പോളിയും ബീഫും പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു. ഒരുമിച്ച് കഴിക്കുന്നതിനെ കണ്ട വട്ടാന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ അത് പല കടകളിലും അത് തന്നെ ചെയ്യുന്നു. നമ്മൾ പോയി ചോദിച്ചു പഠിക്കാറുണ്ട്. ശരി. അതുപോലെ തന്നെ പല രുചികളും ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് അന്നത്തെ സമയത്ത് കല്യാണങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഫ്രൈഡ് റൈസ് കിട്ടുക. അപ്പം ഞാൻ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് ഞാൻ ഒഡീഷയിൽ ചെന്നപ്പോഴത്തേന് ഒഡീഷയിലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്.
അപ്പോൾ ആ ഫ്രൈഡ് റൈസ് നമ്മുടെ ഇവിടെ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന ഫ്രൈഡ് റൈസ്, അവിടെ വെള്ള കളറിൽ ഒരു കളറും ഇല്ലാത്ത ഫ്രൈഡ് റൈസ്. റൈസ് തന്നെയാണ്, പക്ഷെ അത് ശരിക്കും ചൈനീസ് തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. ഞാനത് കഴിച്ചിട്ട് ഇതാണ് ഫ്രൈഡ് റൈസ്, ഇമാർക്ക് ഫ്രൈഡ് റൈസ് അതാണ് ശരിക്കുള്ള ഫ്രൈഡ് റൈസ്, അത് ശരിക്കുള്ള ഫ്രൈഡ് റൈസ് ചൈനീസിന്റെ. നമ്മുടെ ഇവിടെ അല്ല, നമ്മുടെ ഇവിടെ ചില ഗോവീസും. അതെ, നമ്മളിവിടെ കണ്ടമാനം സോസ് ഒഴിക്കും. അവർ സോസ് ഒഴിക്കുന്നവരുണ്ട്, സോസ് ഒഴിക്കുക. ചൈന എന്ന് പറയുന്നത് ഇന്ത്യക്കാളിലും വലിയൊരു രാജ്യമാണ്. പല റീജിയൻസിലും പല ടേസ്റ്റുകളാണ്. ഇപ്പോൾ സെയ്ഷ്വാൻ ടേസ്റ്റ് വേറെയാണ്, അതുപോലെ തന്നെ പലയിടത്തും പല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇവർ ശരിക്കുള്ള ചൈനീസ് അല്ലേ, ഇവർക്ക് ശരിക്കും ചൈനീസ് ഉണ്ടാക്കാൻ അറിയില്ലേ, കേരളത്തിലൊക്കെ വന്ന് പഠിച്ചിട്ട് പോകാൻ പറിച്ച ആ ഒരു ഫീലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തെല്ലാം പലതും മോഡിഫൈഡ് ആയിട്ടുള്ളതാണ്. ഇന്നലെ ഞാൻ രഞ്ജും കൂടി ഇരുന്ന് ഞങ്ങളൊരു ഫുഡ് കഴിക്കാന്നൊരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വന്നാൽ ഞങ്ങളപ്പം അവിടെ ചോദിച്ചു എന്നാ ചില്ലി ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഒരാൾ വന്നത് പറഞ്ഞു ചില്ലി ചിക്കൻ ഇല്ല കേട്ടോ, ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് കേട്ടോ, ചില്ലി ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ചില്ലി ചിക്കൻ ഇല്ല എന്നേക്കാൻ ഒരു പീനട്ട് മസാല ഉണ്ടെന്ന് തന്നേക്കാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഒന്ന് നോക്കിയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചില്ലി ചിക്കൻ കിട്ടി. അത് മറ്റേ ചിക്കൻ 65 എടുത്തിട്ടോ ചില്ലി ചിക്കൻ ആക്കി തന്നെ. ഇതേപോലെ പണ്ട് എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പവും മുട്ടക്കറിയും കഴിച്ചേക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം വന്നതാണ്. അപ്പം മുട്ടക്കറിയും കഴിച്ചേക്കാൻ ഒരു കടയിൽ ചെന്നു. അപ്പോൾ അവിടെ അപ്പത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അപ്പം മുട്ടക്കറി ഓർഡർ ചെയ്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അപ്പം ഇല്ല കേട്ടോ എന്ന്. അപ്പം ഇല്ലെങ്കിൽ അപ്പം മുട്ടക്കറിയും കഴിക്കാൻ പറഞ്ഞാൽ അപ്പം ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ലോ. എന്നാൽ ശരി വേണ്ട, അടുത്ത കട നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. 1 മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്ന് പറയും ദോശ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞു. ഈ ദോശമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി തന്നു. ദോശമാവ് അപ്പത്തിൻ്റെ ഷേപ്പിലുള്ള ദോശ അത് കഴിക്കേണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ അപ്പം എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. എന്നിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പക്ഷേ ബീഫും ദോശയും മുട്ട റോസ്റ്റും ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ വീട്ടിൽ മുട്ടക്കറിയൊക്കെ കൂട്ടി ദോശ കഴിക്കാം. തലേദിവസം ഉണ്ടാക്കി വെച്ച മുട്ടക്കറി ഉണ്ടെങ്കിൽ ദോശയൊക്കെ നമുക്ക് കഴിക്കാം. രുചികൾ നമുക്കൊരു പരിധി വരും. സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. എല്ലാ റെസ്റ്റോറൻറ്റിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വേണേ വന്ന് കഴിച്ചിട്ട് പോടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. പണ്ട് നല്ല ഫുഡൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അവിടെ കയറി ചെന്ന അന്നേരം അവിടുത്തെ വെയിറ്റർ അല്ലെന്നുണ്ടെങ്കിൽ സപ്ലയർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി എന്താ വേണ്ടത്. ഞാൻ സാധാരണ നമ്മൾ ഒന്നിലും മെനു വേണം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും അങ്ങോട്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കും. എന്താ ഉള്ളത്? പുള്ളി അന്നേരം ദോശയുണ്ട്, അപ്പം ദോശ മാത്രമേ ഉള്ളൂ, ഞാൻ നോക്കിയിട്ട് വരാം. പുള്ളിക്കാരൻ അപ്പോൾ അവിടെ വരുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ, എന്താണ് വേണ്ടത് പുള്ളിക്കാരന് നോക്കിയിട്ട് വരാം. പുള്ളിക്കാരൻ ചിലപ്പോൾ പുതിയ വെയിറ്ററായിരിക്കും, പുതിയതാണെന്ന് തോന്നിയില്ല. ഇല്ല പണ്ട് ഗുണ്ടായസം പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളായിരിക്കും. എന്താ വേണ്ടത് ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് പുള്ളി പോയി അകത്ത് പോയി നോക്കിയിട്ട് വന്ന് പുള്ളി പറഞ്ഞു ദോശയുണ്ട്, ഇടിയപ്പമുണ്ട്, അപ്പമുണ്ട്, മുട്ടക്കറിയുണ്ട്, പിന്നെ ബീഫിന്റെ ഐറ്റംസ് ഏതാണ്ടൊക്കെ. ഞാനോർത്ത് മറ്റേ സിനിമയ്ക്ക് ധർമ്മജൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സാധനങ്ങളുണ്ടോ, ഇതൊന്നും ഇവിടെ ഇല്ല, വേറെ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനും അഭിലാഷ് ഉണ്ട്, എൻ്റെ വേറൊരു ഫ്രണ്ടും മെലഡി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇടിയപ്പവും മുട്ട റോസ്റ്റും തരാൻ പറഞ്ഞു. അന്നേരം എല്ലാവർക്കും ഇടിയപ്പം മുട്ട റോസ്റ്റും മതി. ഞങ്ങൾ 3 പേര് ഇടിയപ്പം മുട്ട റോസ്റ്റും മതി. പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. 3 in 1 ആയിരിക്കും. ഒരാൾ ഓർഡർ ചെയ്താൽ 3 പേർക്ക് കിട്ടും. 3 പേർക്ക് കിട്ടും. എന്തായാലും ആദ്യം ചെന്നപ്പോഴത്തേനും പുള്ളിക്കാരൻ അതെ ഇടിയപ്പം ഇല്ല. കിട്ടിയില്ല സാധനം. ഓർഡർ ചെയ്തു. പുള്ളി അകത്ത് പോയിട്ട് തിരിച്ചു വന്നു, ഇടിയപ്പം ഇല്ല. പിന്നെ അപ്പം ഉണ്ടോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷെ തീർന്നു പോയി. സമയം എത്രയാണെന്നറിയോ? രാവിലെ 7:30. അന്നേരം അപ്പം ഇടിയപ്പം തീരാനുള്ള സാധ്യതയില്ല. അതായത് പുള്ളിയുടെ രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നു. നമുക്കപ്പം പിന്നെ അത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അല്ല, അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടുന്നുള്ളതായിരിക്കും, പക്ഷേ അവിടുത്തെ ഒരു ഇടപെടൽ കൊണ്ട് പിന്നെ ചിലത്ത് എന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ലേറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഓർക്കുന്ന ഇപ്പം നല്ല ഫുഡ് കിട്ടും, നല്ല ചൂടോടെ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് 1/2 മണിക്കൂർ എന്നിട്ട് തണുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അങ്ങനെ. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് അവർ എല്ലാ ഐറ്റം ആണെങ്കിലും ചൂടായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം റൊട്ടി തണുത്ത് കിട്ടിയാലും നമ്മൾ ബീഫ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എല്ലാം തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞങ്ങളുടെ ഫീൽഡിലാണെങ്കിലും സെയിമാണ്. നമ്മുടെ ഫീൽഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ആസ് എ ചാനൽ പാർട്ട്ണർ എന്ന് പറയും. ഇപ്പം കേരളത്തിൽ വളരെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ചാനൽ പാർട്ട്നേഴ്സ് നിലവിലുള്ളൂ.
അപ്പം കേരളത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അല്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു മാർക്കറ്റ് ഒരു സ്റ്റഡി മാർക്കറ്റാണ്. ഒരിക്കലും അത് ഡൗൺ ആയിട്ടില്ല, ഭയങ്കര ഹെവി ബൂമായിട്ടില്ല. ഇപ്പം ഒരു 10 വർഷം മുമ്പത്തെ ഒരു സ്റ്റോറി പറയട്ടെ, 10 വർഷം ഇവിടെ ഒരു 2000 രൂപ ഒക്കെ ആയിരുന്നു പെർ സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ട് കേരളത്തിൽ പ്രൈസ് കൂടുന്നുണ്ടോ, പ്രൈസ് അപ്പാർട്ട്മെൻറ്റിന് കുറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരിത് പറയുന്നത്. അപ്പോൾ അന്ന് 2000 രൂപയായിരുന്നു. ആ 2000 രൂപ ഉള്ള സംഭവത്ത് ഇവിടെ 8000, 10000, പല സ്ഥലങ്ങളിലും 15000, 20000 വരെ നമുക്ക് പെർ സ്ക്വയർ ഫീറ്റ് കൊച്ചിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ 2000 രൂപയ്ക്ക് മേടിച്ചവർ 8000-നും 10000-നും വിറ്റിട്ടുണ്ട്, ഇപ്പോഴും വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇത് കറക്റ്റ് സർവീസ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഇവർ പറയുന്നു ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കറക്റ്റ് സർവീസ് അവർക്ക് കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യും, പഴയ മെത്തേഡ് യൂസ് ചെയ്തൊരു പത്രത്തിൽ പരസ്യം കൊടുക്കും. ഇപ്പം പത്രം വായിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ്. അപ്പം അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വീട് വിൽക്കാനുണ്ടെന്ന് പറയുന്നു. പക്ഷേ അന്നേരം അതിന് വരുന്ന ആൾക്കാർക്ക് ആ ഒരു റേഞ്ചുള്ള ആൾക്കാരായിരിക്കും അത് നോക്കുന്നത്. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് പ്രോപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മൾ റീസെയിലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ നല്ല കസ്റ്റമേഴ്സ്, നല്ല റീസെയിൽ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ പോയി സ്റ്റഡി ചെയ്യും. ഈ അപ്പാർട്ട്മെൻറ്റ് വേറൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. കാരണം നമുക്ക് ഇനി വരുന്ന കസ്റ്റമറാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരാൾ മേടിച്ച അപ്പാർട്ട്മെൻറ്റ് അയാൾ വിൽക്കാനുള്ള റീസൺ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം വിൽക്കാൻ പല റീസൺ കാരണം. ഒന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് പ്രശ്നം കൊണ്ട് വിൽക്കാം, അതല്ല എങ്കിൽ അയലോക്ക പ്രശ്നം കൊണ്ട് വിൽക്കാം. അപ്പോൾ പല റീസൺസ് ഉണ്ട് വീട് വിൽക്കാൻ. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ കണ്ടുപിടിച്ചിട്ട് നമ്മളിത് ഇപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള റീസൺ കാണാം. ചിലപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്യും, ഒരു 2 ബെഡ്റൂമിലായിരിക്കും താമസിക്കുമ്പോൾ ഒരു 3 ബെഡ്റൂം വേണം, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ മാറണം, അപ്പം വീടിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് റീസൺ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഉള്ളതിന് മാത്രമേ നമ്മൾ റീസെയിൽ ആണെങ്കിൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ അതായത് വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഫീൽഡാണെങ്കിലുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ സർവീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നൊരു വീട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓക്കെ മേടിപ്പിക്കാനായിട്ട് അവരത് ഇതൊക്കെ പറഞ്ഞങ്ങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണ്ടത് എന്നാന്ന് പറയാം, ആസ് എ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിനക്കൊരു വീട് എടുക്കണമെന്ന് തോന്നി, ഇപ്പം നിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് നീ എടുത്തു. അപ്പം നിനക്കൊന്നിനെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് രീതിയിൽ എടുത്തെന്ന് പറഞ്ഞാൽ ഒന്നീ അത് നമ്മൾ പ്രൗഡോടെ അടുത്ത നമ്മുടെ ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പം അതിന് അപ്രീസിയേഷൻ വേണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം രൂപ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് ഇത് 50 ലക്ഷം രൂപ ആണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കാം. പക്ഷേ അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ സമയത്ത് 50 ലക്ഷത്തിൻ്റെ ഒരു 1.5 കോടി 2 കോടി രൂപയൊക്കെ ആണെങ്കിൽ നമുക്കും നല്ലൊരു ഇതാണ്. പിന്നെ രണ്ടാമത് ആ സമയത്ത് നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ്, ഇപ്പോൾ ഹോം ലോണൊക്കെ എടുത്തായിരിക്കും പലരും എടുക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ബെനിഫിറ്റ് വേണം, ഒന്ന് അപ്രീസിയേഷൻ കിട്ടണം. രണ്ടാമത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പം റെൻ്റൽ, ഇപ്പോൾ ഇവിടെയൊക്കെ റെൻ്റൽ റിട്ടേൺ നല്ല ഹൈ ആയി. കാരണം റെൻ്റലിനില്ല, വീടുകൾ ഇല്ല. അപ്പം റെൻ്റലിന് നമ്മൾ ഒരു സർവീസ് കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ റെൻ്റൽ സർവീസ് കൊടുക്കും. റെൻ്റൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സാധാരണ ഒരു ചാനൽ പാർട്ണർ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു വീട് കാണിച്ചു തന്നത് ആ വീട് എന്ന് പറയുന്നത് നമ്മൾ കമ്മീഷൻ മേടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പല്ല. നമ്മൾ അതിൻ്റെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ്, അതായത് ഇപ്പം നീ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നവർ ആ വീടിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ വീട്ടിൽ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഈ വീട് അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പോയി നോക്കാൻ പറ്റും. വാടക കറക്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര പരിചയമുള്ളവരാണെങ്കിലും ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഓണറിന് ഒരിക്കലും നോക്കാൻ പറ്റില്ല. പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ള ഒരു പ്രൊഫഷണൽ ടീമിന് നോക്കാൻ പറ്റും. ഞങ്ങൾ ആദ്യം തന്നെ പറയും ഞങ്ങളിത് ഇടയ്ക്ക് വന്ന് നോക്കും, മെയിൻ്റെനൻസ്, പിന്നെ ഒരു അഡീഷണൽ കോസ്റ്റ് ഇതിൻ്റെ കൂടെ മെയിൻ്റെനൻസ് 500 രൂപ 1000 രൂപയൊക്കെ അഡീഷണൽ കോസ്റ്റ് ഈ ഓണറിന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണർ ഇത് ഒരു 6 മാസം കൂടുമ്പോഴത്തേനും ഒരു ഡീപ്പ് ക്ലീനിങ് ഒരു ഏജൻസി വെച്ചിരിക്കും. അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ് ഏജൻസി വന്നു കഴിയുമ്പോഴത്തേനും അവരിതെല്ലാം വീഡിയോ എടുക്കും. വീഡിയോ എടുത്തതിന് ശേഷം അവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു വീഡിയോ എടുക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ വീട് എങ്ങനെ മെയിൻ്റെയിൻ. അപ്പം നിനക്ക് ഹാപ്പിയാണ്, ഓക്കെ കുഴപ്പമില്ല, ഈ ഫാമിലി കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. അതേപോലെ തന്നെ ആ താമസിക്കുന്ന വ്യക്തികൾക്കും ഒന്നും ആലോചിച്ച് ഈ 6 മാസം കൂടുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അവരുടെ കയ്യിലാണെങ്കിലും അത് ചെയ്ത് കിട്ടപ്പെടുത്താനുള്ളൊരു അഡ്വാൻറ്റേജ്. നമ്മൾ അങ്ങനത്തെ കുറേ സർവീസുകൾ ഇന്ന് റെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും നാളെ നമ്മുടെ കസ്റ്റമറായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 40,000 രൂപ റെൻറ്റിൽ കൊടുക്കുന്നവർക്ക്, അപ്പം ഒരു 20,000 രൂപയുടെ കൂടി 60,000 രൂപ കഴിഞ്ഞാൽ അവർ EMI എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം വീടായി. അപ്പം ആ ഒരു ബെനിഫിറ്റ് നോക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫീൽ ഇപ്പം ഇതിൻ്റെ ഫുഡിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നതാണ് ഈ സർവീസ് ഇല്ലാത്ത ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ ഒരു അതേ വാല്യൂ തന്നെയാണ് സർവീസിനുള്ളത്. ഇപ്പം ആ പ്രോഡക്റ്റിന് വാല്യൂ കൂട്ടും, ഒരു സർവീസ് നല്ലതാകുമ്പോഴത്തേനും വാല്യൂ കൂട്ടും. സർവീസ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അതിനകത്ത്.
ഇപ്പം നീ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എറണാകുളത്ത് ഇപ്പോൾ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വാങ്ങി താമസിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവിടുത്തെ പ്രോജക്ട്സിൻ്റെ? ഇവിടുത്തെ എന്നാണെന്നറിയാം, ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറേ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ നമുക്ക് താമസിക്കാനാണോ? ഇപ്പം നീ ഒരു വീട് മേടിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നീ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ലൊക്കേഷൻ. നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളുമായിട്ടോ അല്ലെങ്കിൽ ഇനി പിള്ളേർ അടുത്ത വർഷം കോളേജിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത സ്കൂളിലേക്ക് ചേരുമ്പോഴോ. അപ്പം മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുടെ ട്രാവൽ മലയാളികളുടെ ഒരു പ്രത്യേകത ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സ്കൂൾ ബസ്സിൽ ഒത്തിരി ദൂരം വിടാതെ അടുത്തുള്ളൂ. അപ്പോൾ അതൊരു പ്രിഫറൻസ്. അങ്ങനെ പലർക്കും പല പ്രിഫറൻസ് ആയിരിക്കും. ഇപ്പം ബാംഗ്ലൂരിൽ ഈ അടുത്തിടയ്ക്ക് ഞങ്ങളെ ഒരു കസ്റ്റമർ മേടിച്ചപ്പോഴത്തേന് അവർ ബാംഗ്ലൂരിലെ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവർ മേടിച്ചത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയും വൈഫ് വർക്ക് ചെയ്യുന്നതിൻ്റെയും നടുക്കുള്ളൊരു പ്രദേശം. അതിനടുത്ത് പിള്ളേർ സ്കൂളിൽ ചേർത്തു. അപ്പോൾ ഇങ്ങനെ പല പ്രിഫറൻസാണ് വരുന്നത്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിറ്റിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ്. പിന്നെ ട്രാഫിക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്ന് നമ്മളവിടേക്ക് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇന്ന സ്ഥലത്ത് വേണമെന്ന് ഒരു പർട്ടിക്കുലർ സ്ഥലം വേണമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ. അപ്പം ഞങ്ങൾ പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പുള്ളി പ്യൂർലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ ഒരു സ്ഥലം മാത്രം നിങ്ങൾ പ്രിഫർ ചെയ്യുന്നു? ആ പുള്ളി പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലങ്ങളിലേക്ക് എത്താനുള്ളത്. അപ്പം പുള്ളി കമ്പയർ ചെയ്യുന്ന ബാംഗ്ലൂർ ട്രാഫിക്കുമായിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഏത് സ്ഥലത്തും നിന്ന് അവിടെ നിന്ന് 20 മിനിറ്റ് 25 മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കത്തില്ല. അപ്പം ഒന്ന് ഏത് ലൊക്കേഷനിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ലൊക്കേഷൻ അഡ്വാൻറ്റേജ്. ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൊക്കേഷനിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് എന്താണ്. സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എറണാകുളത്ത് ഏറ്റവും പ്രീമിയം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പനമ്പള്ളി നഗറായിരുന്നു. പനമ്പള്ളി നഗറിലൊരു വീട് മേടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലുലുമോൾ വന്നതിന് ശേഷം അവിടെ മിക്കവാറും ഉള്ള ഷോപ്സും സംഭവങ്ങളും എല്ലാം ഈ ഒരു ബെൽറ്റിലേക്ക് മാറി. ഇപ്പോൾ എൻ്റെ 66 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബെൽറ്റിലുള്ള എല്ലാ ഇതിനും അപ്രീസിയേഷനെ ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി നിയർ ബൈ ഏരിയ വന്നു. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കാക്കനാട്. കാക്കനാട് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കാക്കനാട് റെൻ്റൽ റിട്ടേൺ ഉണ്ട്. ഇവിടെ എടപ്പള്ളിയിലും അതുപോലെ തന്നെ ഹൈ ആണ്. കാക്കനാടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം 3rd phase കൂടെ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഭയങ്കര ഒരു അപ്രീസിയേഷൻ വരും. അപ്പോൾ പല ബിൽഡേഴ്സും നോക്കുന്നത് കാക്കനാട് സൈഡിലാണ്. ഇപ്പം ഒരു 3 പ്രീ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഉടനെ ലോഞ്ച് 6:30 കൊടുത്തിരിക്കുകയാണ്. ഉടനെ 3 പ്രോജക്റ്റുകൾ നല്ല ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ 3 വരുന്നുണ്ട്. ഒരെണ്ണം കാക്കനാട് എന്ന് പറഞ്ഞാൽ കാക്കനാട് നല്ലൊരു പ്രീമിയം ലൊക്കേഷനിൽ നല്ലൊരു സൂപ്പർ ടൗൺഷിപ്പായിട്ടായി. അപ്പം ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 കോടിയുടെ മേളിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇനിഷ്യലി എടുക്കുന്ന കസ്റ്റമർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. ഇത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഭയങ്കര ഒരു ഹൈ അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പം ആസ് എ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിൽക്കാം. ആ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കൂടുതൽ ചിലവുകളൊന്നും ഇല്ലാതെ നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടും. പിന്നെ രണ്ടാമത് വരുന്ന എടപ്പള്ളിയിലൊരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ഒരു 3-4 മാസത്തിനുള്ളിൽ ഇപ്പോൾ അപ്രൂവലിന് പോയിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ അവർ ലോഞ്ച് ചെയ്യും. അപ്പോൾ എടപ്പള്ളിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതുപോലെ തന്നെയാണ്. എടപ്പള്ളി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് NH66 നിങ്ങൾക്കറിയാലോ, പണ്ട് നമ്മൾ കോഴിക്കോട് പോകണമെങ്കിലും തിരുവനന്തപുരം പോകണമെങ്കിലും ഉള്ള ഒരു ഡിഫറൻസ് അറിയാമല്ലോ. ഇപ്പം ആ ഒരു ടൈം ഇത് വന്നു. അപ്പോൾ എടപ്പള്ളി അതേപോലെ തന്നെ എടപ്പള്ളിയിൽ ഇത് വരുന്നു. എടപ്പള്ളിയോട് ചേർന്ന് തന്നെ പാലാരിവട്ടം തമ്മനം സൈഡിലേക്ക് വേറൊരു പ്രോജക്റ്റ് വരുന്നു. അപ്പം അങ്ങനെ 3 ടൗൺഷിപ്പ് പ്രൊജക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഈ പരിചയമുള്ളവർക്ക് ഇപ്പം നമുക്ക് നല്ല ബന്ധമുള്ള ആൾക്കാരോടൊക്കെ ആൾക്കാർ സംസാരിച്ചിട്ട് ഇപ്പോഴേ പറഞ്ഞ് ഹോൾഡ് ചെയ്തു, ഇത് ഇങ്ങനൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, ഇപ്പം മേടിക്കരുത്, ഇത് മേടിച്ചു പറഞ്ഞ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളത്തെ ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ കാരണം വെച്ചാൽ പല ആൾക്കാരും റെഡി ടു മൂവിനാണ് നോക്കുന്നത്. അവർക്ക് എന്നാന്ന് വെച്ചാൽ പണ്ടത്തെ അനുഭവങ്ങളായിരിക്കും. പണ്ട് ഒരിടത്ത് അപ്പാർട്ട്മെൻറ്റ് മേടിച്ചു, അത് ഇപ്പം ഒരു 3 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞത് 5 വർഷമായി 6 വർഷമായി. പണ്ട് ബിൽഡറിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആക്കിയാൽ ബിൽഡറിന് ലാഭമായിരുന്നു. കാരണം ഈ പൈസ വേറെ എവിടെയെങ്കിലും ലാൻഡ് മേടിക്കാനോ സംഭവങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം റെറ വന്നതിന് ശേഷം ഈ പൈസ ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത്ര % മാത്രമേ ബിൽഡറിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് സിമെൻറ്റ് മേടിക്കണം, സ്റ്റീൽ മേടിക്കണം, ബില്ല് കൊടുത്താൽ മാത്രമേ ഈ പൈസ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബിൽഡറിനെ സംബന്ധിച്ചോളം ഈ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിൽഡറിൻ്റെ. കാരണം സിമെൻറ്റിൻ്റെ റേറ്റ് കൂടും, സ്റ്റീലിൻ്റെ റേറ്റ് കൂടും, ലേബർ കോസ്റ്റ് കൂടും, ഇത് കിട്ടാതെ വരും. അപ്പോൾ അവരെ സംബന്ധിച്ചോളം സ്പീഡിൽ തീർക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റി വരും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇപ്പം സേഫാണ്. നമ്മൾ ഈ പറയുന്ന പോലെ പഴയ ഒരു പേടിയോ പണ്ടത്തെ ബിൽഡറിലേക്ക് വന്ന് മേടിക്കുമ്പോഴത്തേന് നാളെ അത് എങ്ങനെയാവും. ഇപ്പോഴത്തെ ബിൽഡേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടോപ്പ് ലെവൽ ബിൽഡേഴ്സിൻ്റെ സർവീസ് ഇതുപോലെ തന്നെ വളരെ ഹൈയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോഴത്തേന് ഇപ്പം കൊച്ചി വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ്. അതേപോലെ തന്നെ അടുത്ത ഒരു സംഭവമാണ് ബാംഗ്ലൂർ. അപ്പം ബാംഗ്ലൂരിൽ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ബാംഗ്ലൂർ മാർക്കറ്റിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായി അതായത് ഹെവി അപ്രീസിയേഷൻ കിട്ടുന്ന മാർക്കറ്റാണ്.
അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കിയാലും ഇനിയിപ്പോൾ ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥയാണ് ബാംഗ്ലൂരിനെ കൂടുതൽ ആൾക്കാരടിക്കും. ഇത്ര ട്രാഫിക് ഉണ്ടായിട്ട് പോലും ആൾക്കാർ ബാംഗ്ലൂരിലേക്ക് നിൽക്കുന്ന ഒരു സംഭവം ഇതാണ്. ബാംഗ്ലൂർ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഈവൻ ഫുഡിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഭയങ്കര ഇതാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണെങ്കിൽ റേറ്റ് ഇച്ചിരി കുറവാണ്. അങ്ങനെ പല അഡ്വാൻറ്റേജ് ഉണ്ട്. എവിടെ ചെന്നാലും ഇതുണ്ട്. ഇപ്പം ഇവിടെ ടൈമിങ് കൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലം എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്നാണോ പിന്നെ കഴിക്കാൻ തോന്നുന്നത് അന്ന് 1-ാം തീയതി അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ അങ്ങനെ അപ്പോൾ ഈ ഒരു മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഇത് ഈ പറഞ്ഞ ഏരിയകളിൽ വരുന്നുണ്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിക്കും. കറക്റ്റ് ടൈം ഇന്നാന്ന് പറയുള്ളൂ. എന്നും ഇന്നാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് എയർലി ബൈയാണ്. ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റാണ്. അത് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ തരുന്ന ഫുഡും ഇന്ന് കഴിക്കുന്ന ഫുഡും അപ്പോൾ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും ഇതെല്ലാം വളരെയധികം റിലേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ സർവീസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരു ഇൻഡെപ്ത് നോളജും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനാണെങ്കിലും ശരിക്കും ഒരു നല്ല നോളജ് വേണം അല്ലേ. കസ്റ്റമറാണ് മേടിക്കുന്നതിന് മുമ്പ് കസ്റ്റമറിന് ഇപ്പം നല്ല നോളജ് ഉണ്ട് കസ്റ്റമർ. കാരണം ഇപ്പം നമുക്ക് നമ്മൾ മേടിക്കുന്നത് ഇപ്പം നമുക്ക് എന്താണ് വേണ്ടെന്നുള്ള ഒരു അല്ല, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു നീഡ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പം പലരുടെ ബിൽഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കണമെന്നുള്ള ആഗ്രഹം. അപ്പം കണ്ടിന്യൂസ് ഫോളോ അപ്പ് വരും. അപ്പോൾ പല ഈ സിറ്റീസിലും ആൾക്കാർ ഈ ചാനൽ പാർട്ണറിനെ, അതായത് പ്രൊഫഷണൽ ചാനൽ പാർട്ണറിനെ, നെറ്റ്വർത്ത് പോലുള്ള ചാനൽ പാർട്ണർ പ്രിഫർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നീ ഇപ്പം നിനക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പം ഇവിടെ ഒരു വീട് വേണമെന്ന് പറഞ്ഞു ഒരു 10 അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിനക്ക് എല്ലാ ദിവസവും 10 കോൾ വെച്ച് വരും. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിയും പിന്നെയും വരും. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ നാളെ മേടിക്കാം. അപ്പം നമ്മുടെ ബിസിനസ്സിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പക്ഷേ ഒരു പ്രൊഫഷണൽ ചാനൽ പാർട്ണറിങ് നമ്മൾ തന്നെ ഈ നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും കോൾ വരുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ഫോളോ അപ്പ് കോൾസ് ചെയ്യില്ല. അത് നമ്മുടെ ഒരു പോളിസിയാണ്. കസ്റ്റമറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്നാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കും. ആ സമയത്ത് മാത്രമേ നമ്മൾ വിളിക്കുള്ളൂ. അപ്പം നമ്മൾ പുഷും ചെയ്യില്ല. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ പലർക്കും മേടിക്കുമ്പോൾ എന്നാണെന്നറിയോ, ആ സമയത്ത് ഒരു പുഷ് കാരണം ആൾക്കാർ മേടിച്ചു പോകും. പിന്നീട് ഓർമ്മ ഇത് മേടിക്കണ്ടായിരുന്നല്ലോ. പിന്നീട് പല ആൾക്കാരും നമുക്കറിയാവുന്നവരുണ്ട്, പിന്നീട് അങ്ങനെ പെട്ടെന്ന് വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് സെയിൽസ് പേഴ്സൻ്റെ ഒരു കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടിരിക്കും. ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റിൽ കൊള്ളിയില്ലാത്ത സെയിൽസ് പേഴ്സൺ ആയിരിക്കും, അത് മേടിക്കുകയില്ല. ഇപ്പോൾ ഇപ്പുറത്തെ ഒരാൾ നല്ല വാചാലനായിട്ട് ആയിരിക്കും, അയാളെ കണ്ടു കഴിഞ്ഞാൽ മേടിച്ചു പോകും. അതാ പറഞ്ഞേ, ഇതിനകത്ത് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രം എടുത്ത് നോക്കിയാലും നടക്കത്തില്ല. അതിനകത്ത് ഈ ഇടപെടുന്ന ആൾക്കാരെ, അതുപോലെ തന്നെ അതിന്റെ സർവീസ് ക്വാളിറ്റി, ഈവൻ ലൊക്കേഷൻ, മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയാണ് ഏതാണേലും, ഫുഡാണേലും ഏത് പ്രോഡക്റ്റ് ആണേലും അതില്ലാത്ത പ്രോഡക്ട്സ് വളരെ ചുരുക്കമാണ്. ശരി, ഇത്രയും സമയം എൻ്റെ താങ്ക്സോ നന്ദിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഫോർമലായി പോകും. ഉച്ചയ്ക്ക് ഊണ് മേടിച്ചു തന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ ഫുഡ് മേശയിൽ ഫുഡില്ലാതെ ഇത്രയും സമയം ക്യാമറയ്ക്ക് മുമ്പിൽ ചെലവഴിച്ചതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നത്. അപ്പം നല്ലൊരു ടോക്കായിരുന്നു. അപ്പം നെറ്റ്വർക്ക് ടോക്സിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് എന്ത് വേണം വാല്യൂ ആൾക്കാർക്ക് കിട്ടിയെന്ന് അറിയുന്നില്ല. പക്ഷേ നമ്മൾ കുറേ പഴയകാല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ നമ്മുടെ കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു.